റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്, വിഷൻ ആൻഡ് ദി വേൾഡ് ഓഫ് കളർ, എനർജി മാനേജ്മെൻറ്റ്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ടെക്സ്റ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. Refraction of light. I aimed the arrow at a fish, but what I got was a frog. ഇപ്പോൾ ഇവിടെ ഒരു കാർട്ടൂൺ കൊടുത്തിട്ടുണ്ട്. ഈ കാർട്ടൂണിൽ ഒരു പേഴ്സൺ എന്ത് ചെയ്യാണ്, ഒരു ഫിഷിനെ എയിം ചെയ്യാണ്. പക്ഷേ ആ ആരോ പോയിട്ട് ഹിറ്റ് ചെയ്യുന്നത് ഒരു ഫ്രോഗിനെയാണ് അല്ലേ. അപ്പോൾ വൈ ഡസ് ദിസ് ഹാപ്പൻ? എന്തുകൊണ്ടാണ് ഇങ്ങനൊരു മിസ്റ്റേക്ക് അവിടെ പറ്റിയിട്ടുള്ളത്? അപ്പം അതിനെ ഫേവർ ചെയ്യുന്ന കുറച്ച് ഫീച്ചേഴ്സാണ് നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. ഡു വി ഒബ്സേർവ് ദി ഒബ്ജക്ട്സ് അണ്ടർ വാട്ടർ അറ്റ് ദെയർ ഒറിജിനൽ പൊസിഷൻ? ഇപ്പോൾ വെള്ളത്തിനടിയിൽ ഉള്ള ഒബ്ജക്ട്സിനെ നമ്മൾ അവരുടെ ഒറിജിനൽ പൊസിഷനിൽ തന്നെയാണോ അപ്പർ പോർഷനിൽ, അതായത് വാട്ടർ ലെവലിൻ്റെ അപ്പർ പോർഷനിൽ കാണാൻ സാധിക്കുന്നത്? അപ്പം നമുക്കറിയാം ഡിഫറെൻ്റ് ആണല്ലേ. നമുക്ക് ഡെപ്ത് ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല, നമുക്ക് എന്ത് ഊഹിക്കാൻ പറ്റില്ല. ഇപ്പോൾ വി സീ ആൻ ഒബ്ജക്റ്റ് വെൻ ദി ലൈറ്റ് ഫാളിംഗ് ഓൺ ദി ഒബ്ജക്റ്റ് ഗെറ്റ്സ് റിഫ്ലക്റ്റഡ് ആൻഡ് റീച്ചസ് അവർ ഐ. ഈസ് ദർ എനി ചേഞ്ച് ഹാപ്പനിങ് ടു എ റേ ഓഫ് ലൈറ്റ് എമേർജിങ് ആഫ്റ്റർ റിഫ്ലക്ഷൻ ഫ്രം ദി ബോട്ടം ഓഫ് എ പോണ്ട്? അപ്പം നമുക്കറിയാം, നമ്മളൊരു ഒബ്ജക്റ്റിനെ കാണുക എന്ന് പറയുന്നുണ്ടെങ്കിൽ ലൈറ്റ് ഗെറ്റ് റിഫ്ലക്റ്റഡ് ഓൺ ദറ്റ് ഒബ്ജക്റ്റ് ആൻഡ് ദ റിഫ്ലക്റ്റഡ് റേ റീച്ചസ് അവർ ഐ. ഏത് ഒബ്ജക്റ്റാണ് നമ്മൾ കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റിൻ്റെ മുകളിൽ ലൈറ്റ് പോയിട്ട് പതിക്കുകയും ആ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്തിട്ട് നമ്മുടെ ഹ്യൂമൻ ഐയിൽ എത്തുകയും ചെയ്യും. അതിനുശേഷം മാത്രമേ നമുക്ക് ആ ഒരു ഒബ്ജക്റ്റ് കാണാൻ സാധിക്കുള്ളൂ. നമ്മൾ ബയോളജിയിൽ ഫർദർ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് അതിൻ്റെ ഫങ്ഷൻ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കറിയാം റെറ്റിനയിൽ ഇമേജ് ഫോം ചെയ്യണം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു ഇമേജ് കാണുന്നത്. അപ്പോൾ അവിടെ റിഫ്ലക്ഷനുണ്ട്, അവിടെ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ? ലൈറ്റിൻ്റെ പാത്തിൽ റിഫ്ലക്ഷനോട് എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ? അല്ലെങ്കിൽ ഈസ് ദർ എനി അതർ ഫിനോമിനൻ ദാറ്റ് കോസസ് ദ ഡീവിയേഷൻ ഓഫ് പാത്ത് ഓഫ് ലൈറ്റ്? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ കാരണങ്ങളിലേക്ക് ഒന്ന് ഇറങ്ങി ചെല്ലുകയാണ്. അപ്പോൾ വി ആർ സെർച്ചിങ് ഫോർ റീസൺസ്. ഇപ്പോൾ ഇവിടെ ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്, ഫിഗർ 5.1. വിച്ച് ആർ ദി മീഡിയ ഇൻവോൾവ്ഡ് ഹിയർ? അപ്പോൾ ഏതൊക്കെ മീഡിയംസ് ആണ് ഇവിടെ ഇൻവോൾവ് ആയിട്ടുള്ളത്? ഒരു ലിക്വിഡ് മീഡിയം ഉണ്ട്, പിന്നെ എന്തുണ്ട്, എയർ അല്ലേ, എയർ ആൻഡ് വാട്ടർ ആണെന്ന് ഇവിടെ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള മീഡിയാസ്. വാട്ട് ഹാപ്പൻസ് ടു ദി പാത്ത് ഓഫ് ലൈറ്റ്? അപ്പോൾ ഹിയർ ദി പാത്ത് ഓഫ് ലൈറ്റ് ഗെറ്റ് ഡീവിയേറ്റഡ്. ഇപ്പോൾ ലൈറ്റിൻ്റെ പാത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒറിജിനൽ പാത്തിലല്ല ലൈറ്റ് ഇവിടെ മൂവ് ചെയ്തിട്ടുള്ളത്. വെർ ഡസ് ദി ഡീവിയേഷൻ ഓഫ് ദി റേ ടേക്ക് പ്ലേസ്? ഇപ്പോൾ ഏത് ഇൻസ്റ്റൻറ്റ് തൊട്ടാണ് ഈ ലൈറ്റ് റേൻ്റെ പാത്ത് ഡീവിയേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്? ഇപ്പോൾ എവിടെ തൊട്ടാണ്? അറ്റ് ദി സെപ്പറേഷൻ ഓഫ് മീഡിയംസ്. താഴെ ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ദി റേ ഓഫ് ലൈറ്റ് എൻറ്ററിങ് വാട്ടർ അണ്ടർഗോസ് എ ഡീവിയേഷൻ അറ്റ് ദി പോയിന്റ് ഓൺ ദി സർഫസ് വെർ ദി മീഡിയം ഗെറ്റ് സെപ്പറേറ്റഡ്. ഇപ്പോൾ രണ്ട് മീഡിയത്തിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു സർഫസ് അവിടെയുള്ള ഒരു ഇൻസ്റ്റൻറ്റ് വെച്ചാണ് ഈ പാത്ത് ഓഫ് ലൈറ്റ് എന്ത് ചെയ്യുന്നത്, ഡീവിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഡസ് ലൈറ്റ് പാസ് ത്രൂ ഓൾ ദി മീഡിയ അറ്റ് ദി സെയിം സ്പീഡ്? ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ മീഡിയത്തിലും ലൈറ്റ് ഒരേപോലെയാണോ ട്രാവൽ ചെയ്യുക? നമുക്കറിയാം ഡിഫറെൻ്റ് ആണല്ലേ. അപ്പോൾ ഡിഫറെൻറ്റ് വിത്ത് ഡിഫറെൻറ്റ് മീഡിയാസ്. അപ്പോൾ അതിനെ സ്പെസിഫൈ ചെയ്യുന്ന കുറച്ച് വാല്യൂസാണ് ഇവിടെ താഴെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മീഡിയം, വാക്വം, വാട്ടർ, ഗ്ലാസ്, ഡയമണ്ട്. വാക്വം മീൻസ് ഔട്ടർ സ്പേസിനാണ് നമ്മൾ വാക്വം എന്ന് പറയുന്നത്. VACUUM. ആൻഡ് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻസൈഡ് ദോസ് മീഡിയംസ്. അപ്പോൾ വാക്വത്തിൽ ലൈറ്റിൻ്റെ സ്പീഡാണ് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്.
വാട്ടറിലുള്ള ലൈറ്റിൻ്റെ സ്പീഡാണെന്ത് 2.25 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ഗ്ലാസ്സിൽ 2 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആൻഡ് ഇൻ ഡയമണ്ട് 1.25 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ we can conclude that the speed of light is different in different mediums. So basing on the analysis, the characteristics of each medium influence the speed of light that passes through the refractive medium. Optical density is a measure that shows how a medium influences the speed of light passing through it. അപ്പോൾ നമ്മൾ പുതിയൊരു ടേം പഠിക്കുകയാണ്, optical density. It refers to the measure that shows how a medium influences the speed of light passing through it. ഇപ്പോൾ optical density ആണ്, it determines the speed of light that should pass through the object or medium. As the optical density of a medium increases, the speed of light through it decreases. ഇപ്പോൾ ഒരു മീഡിയത്തിൻ്റെ കേസ് നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ മീഡിയം ഹാവിങ് ഹയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉയർന്ന വാല്യൂ ഉള്ള മീഡിയംസിന് സ്പീഡ് ഓഫ് ലൈറ്റിൻ്റെ വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് ഓഫ് ലൈറ്റ് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി എ ഡിക്രീസ്ഡ് വാല്യൂ. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്പീഡ് ഓഫ് ലൈറ്റ്. വാട്ട് ഇഫ് ദി ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഡിക്രീസസ്? അപ്പോൾ നമുക്കറിയാം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലാണ്. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ അവിടെ സ്പീഡ് ഓഫ് ലൈറ്റ് എന്തായിരിക്കും? ഇറ്റ് ഇൻക്രീസസ്. ക്യാൻ ദി മീഡിയ given in the table be arranged in the increasing order of their optical density? ഇപ്പോൾ ഇൻക്രീസിങ് ഓർഡർ അങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഏറ്റവും കൂടുതൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ള സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഏറ്റവും കൂടുതൽ സ്പീഡുള്ള ഇതിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് എന്താണ്? വാക്വം. ഇവിടെ കൺസിഡർ ചെയ്യുന്ന എയർ ആയിട്ടാണ്. പിന്നെ നമുക്ക് വാട്ടർ ഉണ്ട്, അതേപോലെ തന്നെ ഗ്ലാസ് ഉണ്ട്, ഡയമണ്ട് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെന്ത് ഇൻക്രീസിങ് ഓർഡർ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഫ്രം ദിസ് യു മൈറ്റ് ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ദി ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഓഫ് എയർ ആൻഡ് വാട്ടർ ആർ ഡിഫറെൻറ്റ്. അപ്പോൾ നമ്മൾ അറിയുന്ന കാര്യമാണ് സ്പീഡ് അലോങ് ഡിഫറെൻറ്റ് മീഡിയംസ് ആർ ഡിഫറെൻറ്റ്. Refraction of light. It is the difference in the optical densities that causes the deviation. When a ray of light entering obliquely from one transparent medium to another, its path undergoes a deviation at the surface of separation. This is refraction. Refraction is caused by the differences in optical densities of mediums, and the refraction can be observed on the surface of separation of these mediums. രണ്ട് മീഡിയംസിൻ്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റീസിലുള്ള ഡിഫറൻസ് മൂലമാണ് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഫിനോമിന സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് റിഫ്രാക്ഷൻ ക്യാൻ ബി സീൻഡ് ഓൺ ദി സെപ്പറേഷൻ. രണ്ട് മീഡിയം തമ്മിലുള്ള സെപ്പറേഷൻ, അവിടെയാണ് നമുക്ക് ഈ റിഫ്രാക്ഷൻ കാണാൻ സാധിക്കുന്നത്. Refraction refers to the deviation of a light ray while moving from a medium to another. You might have depicted the deviation of light ray from a laser torch entering from air to water. Will the deviation of a ray of light entering from air to other medium also be alike? Let's do an experiment. അപ്പോൾ നമ്മൾ ടെക്സ്റ്റിലെ ഫസ്റ്റിൽ തന്നെ ഒരു എക്സ്പെരിമെൻറ്റ് കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ അവിടെ ഒരു ഡീവിയേഷൻ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ എയറിൽ നിന്ന് വാട്ടറിലേക്ക് മൂവ് ചെയ്യുന്ന ലേസറിൻ്റെ ഡീവിയേഷനായിട്ടുള്ള ഫിഗറാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളവിടെ ചോദിക്കുന്നത്, while we considering a light ray ട്രാവലിംഗ് ഫ്രം വാട്ടർ ടു എയർ. ഇപ്പോൾ ഇവിടെ എയറിൽ നിന്ന് വാട്ടറിലേക്കാണ്
ലൈറ്റ് റേ മൂവ് ചെയ്തിട്ടുള്ളത്. പിന്നെ നേരെ ഓപ്പോസിറ്റ് കേസ്, വാട്ടറിൽ നിന്ന് എയറിലേക്കാണ് വരികയെങ്കിൽ അവിടെ എന്ത് മാറ്റമാണ് കാണാൻ സാധിക്കുന്നത്? ഫിഗർ 5.2 ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആവുന്നതാണ്. ഫസ്റ്റിൽ എ ബി സർഫസിൽ ഇൻസിഡൻറ്റ് ചെയ്യുന്ന റേ കൺസിഡർ ചെയ്യുക. ഇൻസിഡൻറ്റ് റേ ഗെറ്റ് ഡീവിയേറ്റഡ് ടുവാർഡ്സ് ദി നോർമൽ. അപ്പോൾ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഇമാജിനറി ലൈനാണ് നമ്മൾ നോർമൽ എന്ന് പറയുക. അപ്പോൾ ഇറ്റ് ഡീവിയേറ്റ്സ് ടുവാർഡ്സ് ദി നോർമൽ. എന്നിട്ട് അതേ പാത്തിൽ എന്ത് ചെയ്യുന്നു, ഫോളോ ചെയ്യുന്നു. അതേപോലെ തന്നെ നെക്സ്റ്റ് മീഡിയം ചേഞ്ച് വരുമ്പോൾ, അതായത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ചേഞ്ച് ചെയ്യുന്ന കേസിൽ ഡി സി എന്ന് പറഞ്ഞിട്ടുള്ള സർഫസിൽ അതെന്ത് ചെയ്യുന്നു, ഇറ്റ് ഗോൺ ഫർദർ ഡീവിയേഷൻ. ഇപ്പോൾ അവിടെയുള്ള ഡീവിയേഷൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, വെൻ ട്രാവലിംഗ് ഫ്രം എയർ ടു വാട്ടർ ദി ലൈറ്റ് റേ ഓർ ദി പാത്ത് ഓഫ് ദി ലൈറ്റ് ഡീവിയേറ്റ്സ് ടുവാർഡ്സ് ദി നോർമൽ. And while considering light ray moving from glass to air, അപ്പോൾ ഗ്ലാസ്സിൽ നിന്ന് എയറിലേക്ക് പോകുന്ന കേസിൽ ദ ലൈറ്റ് റേ മൂവ്സ് എവേ ഫ്രം ദി നോർമൽ. അപ്പം നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന പോയിൻ്റ് ഇതാണ്. വെൻ എ ലൈറ്റ് റേ ട്രാവൽസ് ഫ്രം എ ലോവർ ഡെൻസിറ്റി മീഡിയം ടു ഹയർ ഡെൻസിറ്റി മീഡിയം, ദി റേ ഡീവിയേറ്റ് ടുവാർഡ്സ് ദി നോർമൽ. And when light rays travel from a higher density medium to lower density medium, the rays get deviated away from the normal. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഈ ഫിഗറിൽ നിന്ന് വ്യക്തമാകുന്നത്. We can move on to the questions, which is the incident ray on the surface of separation CD. സെപ്പറേഷൻ ഓഫ് സി ഡിയിൽ ഏത് റേ ആണ് ഇൻസിഡൻറ്റ് ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ ഫിഗർ കൺസിഡർ ചെയ്യാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ആംഗിൾ ബിറ്റ്വീൻ ദി ഇൻസിഡൻറ്റ് റേ ആൻഡ് ദി നോർമൽ ഈസ് കോൾഡ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇഫ് സോ, ക്യാൻ യു എക്സ്പ്ലെയിൻ വാട്ട് ഈസ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ? അപ്പോൾ എന്തായിരിക്കും ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ? ഇറ്റ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ റിഫ്രാക്റ്റഡ് റേ ആൻഡ് ദി നോർമൽ. റിഫ്രാക്റ്റഡ് റേയും നോർമലും തമ്മിലുള്ള ആംഗിളാണ് നമ്മളെന്ന് പറയുക ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. യൂസിങ് എ പ്രൊട്ടക്ടർ മെഷർ ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ദി ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഈസ് ദി ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഗ്രേറ്റർ ഓർ ലോവർ ദാൻ ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വെൻ ഇറ്റ് ഗോസ് ഫ്രം എയർ ടു ഗ്ലാസ്? എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് വരുമ്പം ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഗ്രേറ്റർ ആണോ ലോവർ ആണോ ദാൻ ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ കൂടുതലാണോ കുറവാണോ? വെൻ ലൈറ്റ് റേ ട്രാവൽസ് ഫ്രം എയർ ടു ഗ്ലാസ്. റിഫ്രാക്റ്റഡ് ആംഗിൾ എന്താണ്? കുറവാണല്ലേ. വാട്ട് അബൌട്ട് ഫ്രം ഗ്ലാസ് ടു എയർ? ഗ്ലാസ് നിന്ന് എയറിലേക്ക് പോകുമ്പോൾ ദ റിഫ്രാക്റ്റഡ് ആംഗിൾ ഈസ് of much higher value. Which is of greater optical density? പെയറിനാണോ ഗ്ലാസ്സിനാണോ ഗ്രേറ്റർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി? നമുക്കറിയാം ഗ്ലാസ്സിനാണ്. While going from air to glass, the refracted rays deviate towards the normal or away from the normal. പെയറിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് ലൈറ്റ് റേ ട്രാവൽ ചെയ്യുമ്പോൾ whether it is a refracted ray deviates towards or away from the normal. എയർന്ന് ഗ്ലാസ്സിലേക്ക് വരുമ്പോൾ എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്? away from the normal ആണത് മൂവ് ചെയ്യുന്നത്. സോറി, away from the അല്ല, towards the normal ആണ്. it is from air to glass. അപ്പോൾ what happens while it goes from glass to air? glass to air എന്ന് പറയുമ്പോൾ എന്താണ്? ഫിഗർ 5.2ൽ സി ഡിയിലാണ് ആ സ്ട്രക്ചർ കാണിക്കുന്നത്. ഇറ്റ് ഡീവിയേറ്റ്സ് എവേ ഫ്രം ദി നോർമൽ. ആർ ദി ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആൻഡ് നോർമൽ അറ്റ് ദി പോയിൻ്റ് ഓഫ് ഇൻസിഡൻസ് ഓൺ ദി സെയിം പ്ലെയിൻ?
എന്താണ് സെയിം പ്ലെയിൻ ആണോ? യെസ്, ഇറ്റ് ഈസ് ഇൻ ദി സെയിം പ്ലെയിൻ. While entering from air to glass, that is from a medium of lower density to higher density, the refracted ray deviates towards normal while entering from glass to air, that is a medium of greater optical density to a lower one. The refracted ray deviates away from the normal. The angle of incidence, angle of refraction and the normal at the point of incidence are in the same plane. ഇത്രയും ഇൻഫ്ലുവൻസസ് ആണ് നമുക്ക് അവിടെ ഒബ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നത്. Does refraction take place for a ray while entering a glass slab normal to it? Does refraction take place for a ray while entering a glass slab normal to it? ഇപ്പം നോർമലായിട്ടുള്ളൊരു ഗ്ലാസ് സ്ലാബിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റേ എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കെന്താണ്, പെർപെൻഡിക്കുലറായിട്ടാണ് ആ റേ മൂവ് ചെയ്യുന്നത്. അപ്പോൾ പെർപെൻഡിക്കുലറായിട്ട് റേ ഗ്ലാസ് സ്ലാബിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്ത് നടക്കില്ല, റിഫ്രാക്ഷൻ ഡസ് നോട്ട് ഒക്കർ. അപ്പോൾ ദർ ഷുഡ് ബി ആൻ ആംഗിൾ ഡിഫറൻസസ് ബിറ്റ്വീൻ നോർമൽ ആൻഡ് ദി ലൈറ്റ് റേ. A, B, C, D. ഇപ്പോൾ ഓരോ കേസസാണ് പറയുന്നത്. ഫസ്റ്റത്തെ കേസാണ് എയർ ടു വാട്ടർ മൂവ് ചെയ്യാണ്. രണ്ടാമത്തെ കേസാണ് ഗ്ലാസ് ടു എയർ ആണ്. മൂന്നാമത്തെ കേസാണ് ഇപ്പം പറഞ്ഞിട്ടുള്ളത് നമ്മൾ, ദി റേസ് ആർ പെർപെൻഡിക്കുലർ ടു ദി സെപ്പറേഷൻ ഓഫ് മീഡിയംസ്. അപ്പോൾ ദർ ഈസ് നോ ഡീവിയേഷൻ ടേക്കിംഗ് പ്ലേസ്. അപ്പോൾ അടുത്ത കേസാണ് ഗ്ലാസ് ടു വാട്ടർ. അടുത്ത കേസാണ് ഗ്ലാസ് ടു വാട്ടർ തന്നെ. സെയിം കേസാണ് നമ്മൾ 5.3C സെയിം കേസാണ്. അവിടെ മീഡിയംസ് എന്ത് ചെയ്തിട്ടുണ്ട്, ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നോ ഡീവിയേഷൻ ടേക്സ് പ്ലേസ് ഇൻ ദി കേസ് ഓഫ് ലൈറ്റ് റേ ഫാളിങ് നോർമലി ഓൺ എ മീഡിയം. രണ്ട് ഫിഗേഴ്സാണിത്, 5.3Cയും 5.3Eയും. When light passes obliquely from a medium of higher optical density to a medium of lower optical density, the refracted ray deviates away from the normal. Away from the normal ഏതൊക്കെ കേസിലാണ്, 5.3Bയും അതേപോലെ തന്നെ 5.3D ആണത് away from the നോർമലിൻ്റെ കേസ് വരുന്നത്. ഇപ്പോൾ when light is incident obliquely from a medium of lower optical density to a medium of greater optical density, the refracted rays deviates towards normal. ഇപ്പോൾ ടുവാർഡ്സ് വരുന്ന കേസ് അതാണ് 5.3A. 5.3Aയിലാണത് the refracted ray deviate towards the normal വരുന്നത്.